നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം നഗരത്തിന് ഗതാഗതക്കുരുക്കിൽ നിന്നും ശാപമോക്ഷമാകും. നഗരത്തിൽ പുതിയ ബൈപ്പാസ് നിർമ്മിക്കുന്നു. മണിപ്പുഴയിൽ നിന്നും ആരംഭിച്ച് വെള്ളൂർ 8-ാം മൈലിൽ എത്തിച്ചേരും. കെ ഫ്രാൻസിസ് ജോർജ് എംപിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക യോഗം കളക്ടറേറ്റിൽ. സഹകരണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുവാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. സഹകരണ മേഖലയുടെ തകർച്ചയുടെ ഉത്തരവാദിത്തം CPM-ന് മാത്രം. സഹകരണ ജനാധിപത്യ വേദിയുടെ കളക്ടറേറ്റ് ധർണ. വിദ്വേഷ പ്രസംഗം. PC ജോർജിനെ ഈ മാസം 18 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ശനിയാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. വിവാദ ചാനൽ ചർച്ചയുടെ ഉള്ളടക്കവും വീഡിയോയും നൽകണമെന്നും കോടതി. പാലായുടെ കായിക ചരിത്രത്തിൽ പുത്തൻ അനുഭവം. സെന്റ് തോമസ് കോളേജ് മൈതാനിയിൽ പാരാ സൈലിംഗ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കാളികളായി. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്തുന്നതിനായി കോട്ടയം നഗരത്തിൽ പുതിയ ബൈപ്പാസ് നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രാഥമിക യോഗം കളക്ടറേറ്റിൽ നടന്നു. കോടിമതയിലെ മണിപ്പുഴയിൽ നിന്നും ആരംഭിച്ച് വെള്ളൂർ 8-ാം മൈലിൽ എത്തിച്ചേരുന്ന വിധമാണ് ബൈപ്പാസ് രൂപകൽപ്പനയെന്ന് കെ ഫ്രാൻസിസ് ജോർജ് MP അറിയിച്ചു. കോട്ടയം നഗരത്തിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായി കൊല്ലം ഡിണ്ടിഗൽ ദേശീയപാതയിൽ കോട്ടയം നഗരത്തിൽ പുതിയ ബൈപ്പാസ് നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രാഥമിക യോഗം കോട്ടയം കളക്ടറേറ്റിൽ നടന്നു. കോട്ടയം നഗരമധ്യത്തിലൂടെ കടന്നുപോകുന്ന KK റോഡ് വീതി കൂട്ടുമ്പോൾ വലിയ തോതിൽ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടി വരും. വ്യാപാര മേഖലയെ ഇത് വലിയ തോതിൽ ബാധിക്കും. അതിനാലാണ് ബൈപ്പാസ് എന്ന നിർദ്ദേശം ഉയർന്നു വന്നിരിക്കുന്നത്. കുമളി മുതൽ കോട്ടയം വരെ 24 മീറ്ററും കോട്ടയം മുതൽ കൊല്ലം വരെ 30 മീറ്റർ വീതിയിലും റോഡ് വികസിപ്പിക്കാനാണ് ദേശീയപാത വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥലം ഏറ്റെടുക്കാൻ പ്രയാസമുള്ള മണർകാട് മുതൽ കോടിമത വരെയുള്ള ഭാഗം ഒഴിവാക്കുന്നതിനായാണ് ബൈപ്പാസ് എന്ന ആശയം ഉയർന്നത്. ബൈപ്പാസിനായി ദേശീയപാത വിഭാഗം ചുമതലപ്പെടുത്തിയിട്ടുള്ള മോർത്താണ് റോഡിന്റെ രൂപരേഖ തയ്യാറാക്കിയത്. കോടിമതയിലെ മണിപ്പുഴയിൽ നിന്നും ആരംഭിച്ച് പാമ്പാടി വെള്ളൂർ 8-ാം മൈലിലേക്കാണ് പുതിയ റോഡെന്ന് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. 12.60 കിലോമീറ്റർ ദൂരവും 30 മീറ്റർ വീതിയിലുമാണ് റോഡ് നിർമ്മിക്കുന്നത്. 7 കിലോമീറ്ററും പാടശേഖരത്തിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. അലൈൻമെന്റ് അംഗീകരിച്ച് തുടർ നടപടികൾ ത്വരിതപ്പെടുത്തിയാൽ നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ പണവും അനുവദിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും കെ ഫ്രാൻസിസ് ജോർജ് അറിയിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, രാധാ V നായർ തുടങ്ങിയവരും ജില്ലാ കളക്ടർ ജോൺ V സാമുവിലും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സഹകരണ ജനാധിപത്യ വേദി കോട്ടയം ജില്ലാ കമ്മിറ്റി കോട്ടയം കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. സഹകരണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുവാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. കേരളത്തിലെ സഹകരണ മേഖലയുടെ തകർച്ചയുടെ ഉത്തരവാദിത്തം CPM-ന് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് DCC ട്രഷറുടെ വസതിയിലെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി സഹകരണ ബാങ്കിലെ പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്ത കട്ടപ്പനയിലെ സാബുവിന്റെ വസതി സന്ദർശിക്കാത്തതെന്തെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കേരളത്തിലെ സഹകരണ മേഖലയുടെ തകർച്ചയുടെ ഉത്തരവാദിത്വം CPM-ന് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. സഹകരണ ജനാധിപത്യ വേദി കോട്ടയം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തി പ്രതിഷേധ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിന് കരകയറാൻ പറ്റില്ല എങ്കിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം തകർന്നു പോകുമെന്നുള്ളതാണ് സത്യം. അതിന്റെ തകർച്ച നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം നന്നായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ നാട്ടിലെ ചെറുകിട കർഷകർക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഒരു ചെറിയ അത്യാവശ്യം വന്നാൽ അവരെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയുള്ള ഈ പ്രസ്ഥാനം നിലനിൽക്കണമെന്നുള്ള ആഗ്രഹമാണുള്ളത്. പക്ഷേ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ സ്വാഭാവികമായും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യയങ്ങൾ ഇവിടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ അന്ത്യം കുറിക്കുന്ന രൂപത്തിലാണ്. സഹകരണ മേഖലയിൽ CPM തേർവാഴ്ചയാണെന്നും പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. സഹകരണ ജനാധിപത്യ വേദി ജില്ലാ പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് കുര്യൻ ജോയി, ജാൻസ് കുന്നപ്പള്ളി, KPCC സെക്രട്ടറിമാരായ ഫിലിപ്സ് ജോസഫ്, കുഞ്ഞിലംപള്ളി, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന ട്രഷറർ KK സന്തോഷ്, അഡ്വക്കേറ്റ് P സതീഷ് ചന്ദ്രൻ നായർ, JG പാലക്കലോടി, CB ജോൺ, PD ഉണ്ണി, രാജു മാത്യു, മനു P കൈമൾ, സുഷമ്മ ശിവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
വിദ്വേഷ പ്രസംഗത്തിൽ ജനപക്ഷം ചെയർമാൻ PC ജോർജിനെ ഈ മാസം 18 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ശനിയാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും. വിവാദ ചാനൽ ചർച്ചയുടെ വീഡിയോയും ഉള്ളടക്കവും എഴുതി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. മുൻപും സമാനമായ കേസിൽ ഉൾപ്പെട്ട ആളാണ് PC ജോർജെന്നും ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പാലായ്ക്ക് പുത്തൻ അനുഭവം പകർന്ന് പാരാസൈലിംഗ്. സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചായിരുന്നു പാരാസൈലിംഗ് നടത്തിയത്. ജീപ്പിന്റെ സഹായത്തോടെ പാരച്യൂട്ടിൽ പറക്കാൻ സഹായിക്കുന്നതാണ് പാരാസൈലിംഗ്. പാലയുടെ കായിക ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന എയ്റോ സ്പോർട്സ് വിഭാഗത്തിലുള്ള പാരാസൈലിംഗിന് പാല സെന്റ് തോമസ് കോളേജ് മൈതാനം വേദിയായി. കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പറക്കൽ പരീക്ഷണം നടത്തുന്നതിന് എത്തിയിരുന്നു. പുതിയ അനുഭവത്തിന്റെ സന്തോഷത്തിലായിരുന്നു കുട്ടികൾ. ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആദ്യമേ പൊങ്ങുമ്പോൾ ഒരു ചെറിയ പേടി ലാൻഡ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പാല ഫ്രണ്ട്സ് ആർട്സ് ക്ലബിന്റെ സഹകരണത്തോടെ ഇന്ത്യൻ എയർഫോഴ്സ് റിട്ടയർ വിംഗ് കമാൻഡറും ശൗര്യചക്ര ജേതാവുമായ UK പാലാട്ട്, അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ ബിനു പെരുമന തുടങ്ങിയവരുടെ സാങ്കേതിക നേതൃത്വത്തിലായിരുന്നു പാരാസൈലിംഗ് സംഘടിപ്പിച്ചത്. രാവിലെ 11 മുതൽ വൈകുന്നേരം 4:15 വരെയായിരുന്നു പരിപാടി. ഇന്ത്യയിലെ സായുധ സേനാംഗങ്ങൾക്ക് സ്കൈ ഡൈവിംഗ് പരിശീലനം നൽകുന്ന ആഗ്രയിലെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പാരാട്രോപ്പേഴ്സ് ട്രെയിനിംഗ് സ്കൂളിന്റെ മുഖ്യ പരിശീലകനായും കേരള, കർണാടക, ഹിമാചൽ പ്രദേശ് സർക്കാരുകളുടെ സാഹസിക കായിക വിനോദ പരിപാടികളുടെ സാങ്കേതിക ഉപദേശകനായും പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു UK പാലാട്ട്. ജീപ്പിന്റെ സഹായത്തോടെ ആളുകളെ പാരച്യൂട്ടിൽ മുകളിലേക്ക് പറക്കാൻ സഹായിക്കുന്ന പാരാസൈലിംഗ് കായിക വിനോദത്തിന്റെ വേറിട്ട അനുഭവം നല്ല കാഴ്ചയും പാലക്കാർക്ക് സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നിറവ് 60+ന്റെ നേതൃത്വത്തിൽ വയോജന കൃഷിക്കൂട്ടം രൂപീകരിച്ചു. വൈസ് പ്രസിഡന്റ് സൂര്യമോൾ ഉദ്ഘാടനം ചെയ്തു. എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ നിറവ് 60+ന്റെ നേതൃത്വത്തിൽ വയോജന കൃഷിക്കൂട്ട രൂപീകരണവും പോഷക ഭക്ഷണ ബോധവൽക്കരണവും നടത്തി. ഇളംകുളം ഹാപ്പിനെസ് പാർക്കിലായിരുന്നു പരിപാടി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യമോൾ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഏറെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു പഞ്ചായത്തായി അതിൽ പുരസ്കാരങ്ങൾ വരെ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ്. ആരോഗ്യകാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വയോജനങ്ങളല്ല, പൊതുവെ എല്ലാവരും, എല്ലാ ആളുകളിലും, ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വ്യത്യസ്തങ്ങളായ ഭക്ഷണ രീതികൾ ഉൾപ്പെടെ ജീവിതത്തിൽ ശീലങ്ങൾ ശീലിച്ചു പോരുന്നത് കൊണ്ട് നിരവധി അനവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്ന കാലമാണിന്ന്. അപ്പം നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ വയോജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആരോഗ്യ ക്ലാസുകളും ഒക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്നും ഇതിനു ശേഷം ഇതുപോലെ തന്നെ ഒരു ആരോഗ്യ ക്ലാസ്സൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിറവത് 60+ പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള KN അധ്യക്ഷനായി. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ MK രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി S, ഷെർലി അന്ത്യംകുളം, സിനി ജോയ്, P വിജയൻ, കൃഷി ഓഫീസർ K പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ പ്രായമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം ഒരു ജീവിതകാലത്തിൽ മരണപ്പെടുന്ന തീർച്ചയായിട്ടും എല്ലാവരും മനുഷ്യനായി ജനിച്ചവരെല്ലാം വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം വാർദ്ധക്യത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടതാണ്. ആരോഗ്യകരമായ ഒരു ജീവിതം നമ്മൾ നയിക്കണം. അതെങ്ങനെയാണ്? നമ്മൾ മരിക്കാൻ കിടക്കുമ്പോഴും ആശുപത്രികളിലെ നമ്മുടെ സമീപത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ വെന്റിലേറ്ററിൽ കിടന്നു മരിക്കാതെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാതെയല്ല നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം, നമ്മുടെ ഭാര്യയോടും നമ്മുടെ ഭർത്താവിനോടും നമ്മുടെ കൊച്ചുമക്കളോടും ഒപ്പം ഇരുന്ന് നമുക്ക് അവസാന ശ്വാസം എടുക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറണം. എല്ലാവരും വേണ്ടി കൊണ്ടുവേണം നമ്മുടെ ജീവിതത്തിന്റെ രീതി തീർച്ചയായിട്ടും നമ്മൾ പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വാഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മതിലിൽ ഒരു വര എന്ന പേരിൽ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണമാണ് ലക്ഷ്യം. ആർട്ടിസ്റ്റ് സുനിൽ ഡാവിഞ്ചി നേതൃത്വം നൽകി. വാഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആർട്ടിസ്റ്റ് സുനിൽ ഡാവിഞ്ചിയുടെ നേതൃത്വത്തിൽ ചുറ്റുമതിലിൽ ചിത്രങ്ങൾ രചിച്ചു. സ്കൂളിലെ എക്കോ ക്ലബിന്റെയും വിദ്യാരംഭം കലാസാഹിത്യവേദിയുടെയും കൂട്ടായ്മയിലാണ് മതിലിൽ ഒരു വര എന്ന പേരിട്ട ഈ പരിപാടി നടത്തിയത്. പ്രകൃതി സംരക്ഷണമായിരുന്നു ലക്ഷ്യം. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D സേതുലക്ഷ്മി നിർവഹിച്ചു. PTA പ്രസിഡന്റ് സജീവ് ജോർജ് വട്ടപ്പാറ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് മിനിയം, പഞ്ചായത്ത് അംഗം ഷനീദ അഷറഫ്, CRC കോർഡിനേറ്റർ ഡോക്ടർ ശ്രീവിദ്യ, MPTA പ്രസിഡന്റ് അനിത മോഹൻ, PTA വൈസ് പ്രസിഡന്റ് ബിന്ദു അനിൽകുമാർ, മുൻ PTA പ്രസിഡന്റ് സുധീഷ് വെള്ളാപ്പള്ളി, ചിത്രകാരന്മാരായ രാജേഷ് മുണ്ടക്കയം, രാജേഷ് പാമ്പാടി, സ്റ്റാഫ്, PTA, MPTA അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രീ പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ചായക്കൂട്ടുകൾ ചാലിച്ച് ആശയത്തിന് ജീവന്റെ തുടിപ്പ് പകർന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
അക്ഷര ജ്യോതിസ് MT വാസുദേവൻ നായരുടെയും ഭാവഗായകൻ P ജയചന്ദ്രന്റെയും അനുസ്മരണവും സ്മൃതിസന്ധ്യയും വ്യാഴാഴ്ച വൈകിട്ട് കോട്ടയത്ത് നടക്കും. ദർശന ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 4:30-ക്കാണ് ഗാനാർച്ചന. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഫോട്ടോ അനാച്ഛാദനം ചെയ്യും. ദർശന സാംസ്കാരിക കേന്ദ്രവും ഫിൽക്കോസും ചേർന്നാണ് അനുസ്മരണം നടത്തുന്നത്. ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ, ഫിൽക്കോസ് ജനറൽ സെക്രട്ടറി PK ആനന്ദക്കുട്ടൻ, പ്രസിഡന്റ് ജോയി തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനുവരി 16-ാം തീയതി വൈകുന്നേരം 4:30-ക്ക് ദർശന ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇവരുടെ ഒരു അനുസ്മരണം നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ അവസരത്തിൽ അനുസ്മരണ പ്രഭാഷണങ്ങളും അതോടൊപ്പം തന്നെ ദർശന മ്യൂസിക് ക്ലബ്ബ് അവതരിപ്പിക്കുന്ന ജയചന്ദ്രന്റെ ഗാനങ്ങളുടെ അവതരണവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ അവസരത്തിൽ എല്ലാ സാഹിത്യ പ്രേമികളെയും കലാപ്രേമികളെയും ഏറ്റവും ആദരപൂർവ്വം ഈ യോഗത്തിലേക്കും തുടർന്നുള്ള ഗാനസന്ധ്യയിലേക്കും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കോട്ടയം അതിരമ്പുഴ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിന് ഈ മാസം 19-ന് കൊടിയേറും. അന്നേ ദിവസം ഇടവകയിലെ എല്ലാ ഭവനങ്ങളുടെയും മുൻവശത്ത് പേപ്പൽ ഫ്ലാഗ് ഉയർത്തി എല്ലാ ഇടവകാംഗങ്ങളും ആഘോഷത്തിൽ പങ്കുചേരുമെന്നത് ഇത്തവണത്തെ തിരുനാളിന്റെ പ്രത്യേകതയാണ്. വിവിധ തലത്തിലുള്ള പ്രദക്ഷിണങ്ങളും നടക്കും. 25-നാണ് പ്രസിദ്ധമായ തിരുനാൾ പ്രദക്ഷിണം. 22-ലേറെ വിശുദ്ധന്മാരുടെയും വിശുദ്ധകളുടെയും തിരുസ്വരൂപങ്ങൾ വഹിച്ചാണ് പ്രദക്ഷിണം. ഫെബ്രുവരി 1-ന് വൈകുന്നേരം 6:30-ക്ക് വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണത്തോടെ തിരുനാളിന് സമാപനമാകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ, മാത്യു ജോസഫ്, സഞ്ജിത് P ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. 19-ാം തീയതി അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇത് തുടങ്ങുന്നത്. അത് ആദ്യം കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കഴിഞ്ഞ 6 വർഷം എനിക്ക് അനുഭവമുണ്ട്. ഓരോ വർഷവും ഈ ആളുകൾ വർദ്ധിച്ച് വരികയാണ്. എന്താണ് അവരുടെ നിയോഗവും പ്രാർത്ഥനയും എന്ന് ചോദിച്ചാൽ, മക്കൾ ഉണ്ടാകാത്ത ദമ്പതികളുടെ നിയോഗം ഞങ്ങൾക്ക് ഒരു മകൻ അല്ലെങ്കിൽ മകൾ ഉണ്ടാകി കാണണം എന്നുള്ളതാണ്. ഇനി മക്കൾ ഉണ്ടായി അവരുടെ വിവാഹം നടക്കാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹ ആഘോഷം നടക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഈ കർമ്മം ചെയ്യുന്നവരുണ്ട്. പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 104-ാം വാർഷികം ആഘോഷിച്ചു. പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ ഉദ്ഘാടനം ചെയ്തു. പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 104-ാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലയിൽ ഉദ്ഘാടനം ചെയ്തു. ഉന്നതിയുടെ ഗുണനിലവാരത്തിന്റെ വിജയത്തിന്റെ വിവരങ്ങളടങ്ങിയ ഗംഭീരമായൊരു റിപ്പോർട്ട് ഇവിടെ സിസ്റ്റർ മിനി ടീച്ചർ വായിച്ചു. പാലാ സെന്റ് മേരീസിന്റെ പ്രത്യേകതകളാണ് ഇതെല്ലാം എന്ന് ഇവിടെ ആയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം. 104-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിദ്യാലയത്തിന് പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ പേരിലുള്ള ഭാവുകങ്ങളും മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സ്കൂൾ മാനേജറും പാലാ FCC അൽഫോൻസ പ്രൊഫഷണൽ സുപ്പീരിയറുമായ സിസ്റ്റർ ലിസ്ബിൻ പുത്തൻപുര അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ലാലം സെന്റ് മേരീസ് വികാരി ഫാദർ ജോസഫ് തരത്തിൽ, PTA പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ TC തങ്കച്ചൻ, പ്രിൻസിപ്പൽ സിസ്റ്റർ ജിസാമരിയ, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിസ്യു ജോസ്, ഫാദർ സെബാസ്റ്റ്യൻ മാപ്രക്കാരട്, വാർഡ് കൗൺസിലർ BJ ജോജ എന്നിവർ പ്രസംഗിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന സിസ്റ്റർ ജൂലി, അൽഫോൻസ ജോൺ, മോളി ദേവസ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. KGMOയുടെ 58-ാമത് സംസ്ഥാന സമ്മേളനം വന്ദനം 2025 എന്ന പേരിൽ ജനുവരി 18, 19 തീയതികളിൽ കുമരകം KTDC വാട്ടർ സ്കൈപ്സിൽ നടക്കും. 18-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാഭ്യാസ പരിപാടിയും ജനറൽ ബോഡിയും നടക്കും. 19-ന് രാവിലെ നടക്കുന്ന പൊതുസമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KGMOയുടെ 58-ാമത് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ജനുവരി 18, 19 തീയതികളിൽ കുമരകത്തെ വാട്ടർ സ്കേപ്സ് റിസോർട്ടിൽ വെച്ച് നടത്തുകയാണ്. ഈ സമ്മേളനത്തിന് നൽകിയിരിക്കുന്ന പേര് വന്ദനം എന്നാണ്. തന്റെ കൃത്യനിർവഹണത്തിനിടയിൽ ഒരു അക്രമിയുടെ കുത്തേറ്റ് മരിക്കാനിടയായ ഡോക്ടർ വന്ദനാദാസ്, കോട്ടയംകാരി തന്നെയായ ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സമ്മേളനത്തിന് വന്ദനം എന്ന പേര് നൽകിയിരിക്കുന്നത്.
18-ാം തീയതി ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ 18-ാം തീയതി 10 മണിക്ക് ഈ വന്ദനം എന്ന ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അറിയിപ്പ്. MG സർവകലാശാലയിലെ സെന്റർ ഫോർ ഡിസ്റ്റന്റ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഓൺലൈൻ MBA പ്രോഗ്രാമിന്റെ കോഴ്സ് കോർഡിനേറ്റർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിലെ ഒരൊഴിവിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 55% മാർക്കോടെ MBAയും UGC നെറ്റ് അല്ലെങ്കിൽ PhDയും ഉള്ളവരെയും പരിഗണിക്കുന്നത്. പ്രായപരിധി 50 വയസ്സ്. റിക്രൂട്ട്മെന്റ് ada7@mgu.ac.in എന്ന ഇമെയിൽ വിലാസത്തിൽ അപേക്ഷിക്കണം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ. തലനാട് ഗ്രാമപഞ്ചായത്തിൽ ഔദ്യോഗിക വാഹനം ഓടിക്കുന്നതിനും അവശ്യ സമയങ്ങളിൽ ഹരിതകർമ്മസേനാ വാഹനത്തിനും ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് ഡ്രൈവറെ ആവശ്യമുണ്ട്. പ്രായപരിധി 18-നും 41-നും ഇടയിൽ. യോഗ്യത 7ാം ക്ലാസ്, LMV ഡ്രൈവിംഗ് ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ വേണം. തലനാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന. ജനുവരി 22 വൈകിട്ട് 5 മണി വരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തലനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. പള്ളിക്കത്തോട് ഗവൺമെന്റ് ITIയിൽ ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, ഓട്ടോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ ട്രേഡുകളിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ ഓരോ ഒഴിവിലേക്ക് ജനുവരി 17-ന് രാവിലെ 10:30-ന് കൂടിക്കാഴ്ച നടത്തും. ഗിഴവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന. ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ അഭാവത്തിൽ ജനറൽ വിഭാഗത്തിലുള്ളവരെ പരിഗണിക്കും. ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ട്രേഡിൽ ഡിഗ്രിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ എന്നിവ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകണം. പാറാമ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ മുറ്റത്ത് നിൽക്കുന്ന തേക്കുമരങ്ങളുടെ വിൽപ്പനയ്ക്കായി കൊട്ടേഷൻ ക്ഷണിച്ചു. അവസാന തീയതി ജനുവരി 30. വിവരങ്ങൾക്ക് ഫോൺ 9605682160. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഗരത്തിന് ഗതാഗതക്കുരുക്കിൽ നിന്നും ശാപമോക്ഷമാകും. നഗരത്തിൽ പുതിയ ബൈപ്പാസ് നിർമ്മിക്കുന്നു. മണിപ്പുഴയിൽ നിന്നും ആരംഭിച്ച് വെള്ളൂർ 8-ാം മൈലിൽ എത്തിച്ചേരും. K. ഫ്രാൻസിസ് ജോർജ് MPയുടെ നേതൃത്വത്തിൽ പ്രാഥമിക യോഗം കളക്ടറേറ്റിൽ. സഹകരണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുവാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. സഹകരണ മേഖലയുടെ തകർച്ചയുടെ ഉത്തരവാദിത്തം CPM-ന് മാത്രം. സഹകരണ ജനാധിപത്യ വേദിയുടെ കളക്ടറേറ്റ് ധർണ. വിദ്വേഷ പ്രസംഗം. PC ജോർജിനെ ഈ മാസം 18 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ശനിയാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. വിവാദ ചാനൽ ചർച്ചയുടെ ഉള്ളടക്കവും വീഡിയോയും നൽകണമെന്നും കോടതി. പാലായുടെ കായിക ചരിത്രത്തിൽ പുത്തൻ അനുഭവം. സെന്റ് തോമസ് കോളേജ് മൈതാനിയിൽ പാരാസൈലിംഗ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കാളികളായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.